നിറയെ എൻ്റെ അമ്മ വഴക്ക് പറയാണ്. എൻ്റെ അമ്മ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി വളരെ ഹ്യൂമിലിയേറ്റഡ് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. യുവർ വോയിസ് ആൻഡ് സിംഗിങ് ഇസ് നോട്ട് ഗുഡ് ഇനഫ് ഫോർ ദിസ് സിനിമ. ആദ്യകാലത്ത് റിജക്ഷൻസ് മാത്രമായിരുന്നു ഞാൻ കേട്ടിട്ടുള്ളത്. സിനിമയ്ക്ക് പറ്റിയ ശബ്ദമല്ല എന്ന് പറഞ്ഞ് ഞാൻ പൊന്നിയിൻ സെൽവൻ ഉൾപ്പെടെ ഒരുപാട് പടങ്ങൾക്ക് ഡബ് ചെയ്തു. Success is no accident. It is hard work, perseverance, learning, sacrifice, and most importantly, love for what you do or love towards what you're learning to do. Hi, I'm Judith Ann. നിങ്ങളിൽ വളരെ കുറച്ച് പേർക്ക് എന്നെ അറിയുണ്ടാവുള്ളൂ. I am a playback singer, a dubbing artist, a television talk show host, a model, a vocal and performance coach. As the great Malayalam poet Vallathol said, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. അങ്ങനെ ബന്ധനങ്ങളെല്ലാം പൊട്ടിച്ച് കാഞ്ചന കൂട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാളാണ് ഞാൻ. ഐ എം സമൺ ഹു ചോസ് ലിബർട്ടി വിത്ത് ഡേഞ്ചർ ദാൻ സ്ലേവറി വിത്ത് പീസ്. എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളോടും കൂടെ തന്നെയാണ് എൻ്റെ പേരൻസ് എന്നെ സൗദി എന്ന് പറയുന്ന രാജ്യത്ത് വളർത്തിയത്. ദുബായ് പോലൊരു മാജിക്കൽ സിറ്റി ഒന്നുമല്ല. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ടെങ്കിലും അന്ന് ഞാൻ വളർന്നു വന്ന സമയത്ത് വളരെ കൺസർവേറ്റീവ് ആൻഡ് സ്ട്രിക്റ്റ് റൂൾസ് ഉണ്ടായിരുന്ന ഒരു കൺട്രിയാണത്. ഒരു വശത്ത് ഞങ്ങൾ എല്ലാ പ്രിവിലേജസും അനുഭവിച്ചിരുന്നു. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് വി ഹാഡ് ടു പേ എ പ്രൈസ് ഫോർ ഇറ്റ് ആൻഡ് ദാറ്റ് വാസ് ഫ്രീഡം. സ്ത്രീകൾക്ക് അഭയ അല്ലെങ്കിൽ പർദ്ദ ഇല്ലാതെ പുറത്തു പോകാൻ പറ്റില്ല. ഫാദർ അല്ലെങ്കിൽ ഹസ്ബൻഡ് പുറത്തു പോകുമ്പോൾ കൂടെ ഉണ്ടാവണം. എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും വളരെ ലിമിറ്റഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസേ സ്ത്രീകൾക്കുള്ളൂ. സ്ത്രീകൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ഒരു സോഷ്യൽ ഗ്യാതറിംഗ് പാടില്ല. തിയേറ്റർ അല്ലെങ്കിൽ മറ്റ് എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നും നമുക്കില്ല. ഒരു ഇസ്ലാമിക് കൺട്രി ആയതുകൊണ്ട് തന്നെ മറ്റ് റിലിജൻസ് ഒന്നും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസിൻ്റെ ഇടയിലാണ് ഞങ്ങൾ വളർന്നത്. പക്ഷേ അവിടുത്തെ ആളുകളെ പോലെ തന്നെ ഞങ്ങളും ഇതൊക്കെ വളരെ നോർമലായിട്ടാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ വളരുന്നത് കൊണ്ടായിരുന്നായിരിക്കണം അവിടെ വളരുന്ന കുട്ടികൾക്കൊന്നും വലിയ വലിയ സ്വപ്നങ്ങളില്ല. 12th വരെ പഠിക്കണം, നാട്ടിലേക്ക് വന്ന് ഹയർ സ്റ്റഡീസ് ചെയ്യണം, ജോലി മേടിക്കണം, തിരിച്ച് സൗദിയിലേക്ക് തന്നെ വരണം, കല്യാണം കഴിക്കണം, സെറ്റിൽ ചെയ്യണം. അങ്ങനെ എല്ലാവരും ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടോ എനിക്ക് ഈ ഒരു പാറ്റേൺ അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. ഇത്രയും റെസ്ട്രിക്ഷൻസിന്റെ ഇടയിൽ പോലും എൻ്റെ പേരൻസിന് പറ്റുന്ന രീതിയിൽ എന്നെ മ്യൂസിക് പഠിപ്പിക്കുകയും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പഠിപ്പിക്കുകയും ഡാൻസ് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ എൻ്റെ ഫാദറിൻ്റെ ഇഷ്ടത്തിന് മാത്രമായിരുന്നു ഞാൻ പാട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് 9 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മയുടെ സിസ്റ്റർ ഒരു സ്റ്റേജിൽ മൈക്കൊക്കെ പിടിച്ചു നിന്ന് പാടുന്നത് ഞാൻ കണ്ടു. ആൻഡ് ദാറ്റ് വാസ് വെൻ എ സീഡ് ഓഫ് എ ഡ്രീം വാസ് പ്ലാന്റഡ് ഇൻ മൈ ഹാർട്ട്. എനിക്കും ഒരു വലിയ സ്റ്റേജിൽ വലിയൊരു ഓഡിയൻസിൻ്റെ മുന്നിൽ മൈക്കൊക്കെ പിടിച്ചു നിന്ന് പാടണം എന്നൊരാഗ്രഹം തോന്നി. അത് ഞാൻ എൻ്റെ പേരൻസിനോട് പറഞ്ഞു. സൗദിയിലെ ഈ ഒരു റെസ്ട്രിക്റ്റഡ് റൂൾസും നാട്ടിൽ ഞങ്ങളുടെ ഒരു ടിപ്പിക്കൽ ക്രിസ്ത്യൻ ക്ലേർജി ഫാമിലി ആയതുകൊണ്ടായിരിക്കാം അന്ന് എൻ്റെ ഫാദറിന് അതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഒരു വലിയ ഓഡിയൻസിന്റെ മുന്നിൽ മൈക്കൊക്കെ പിടിച്ചു നിന്ന് പാടാനുള്ള കഴിവുണ്ടെന്നും അന്ന് എൻ്റെ ഫാദർ ബിലീവ് ചെയ്തിട്ടില്ല. അന്ന് ഒരു താല്പര്യക്കേട് കാണിച്ചിരുന്നുവെങ്കിലും ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നതും എൻ്റെ മ്യൂസിക്കും എൻ്റെ മീഡിയയിലെ ആക്ടിവിറ്റീസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതും എൻ്റെ ഫാദർ തന്നെയാണ്. എന്തായാലും ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ ഫാദർ പാടാൻ സമ്മതിച്ചു. ഈ റെസ്ട്രിക്ഷൻസിന്റെ ഇടയിലും സോഷ്യൽ ഗ്യാതറിങ്സ് ഒക്കെ പുറത്തറിയാത്ത രീതിയിൽ ചെറിയ രീതിയിലൊക്കെ നടത്തുമായിരുന്നു. അത്തരം സോഷ്യൽ ഗ്യാതറിങ്സിനെല്ലാം എൻ്റെ ഫാദർ എന്നെ പാടാൻ കൊണ്ടുപോയിരുന്നു. ഓരോ തവണ പാടാൻ കൊണ്ടുപോകുമ്പോഴും എൻ്റെ ഫാദർ ഒരു കാര്യം എൻ്റെ അടുത്ത് പറയായിരുന്നു: ബി ആൻ ഓൾ റൗണ്ടർ. പാട്ട് പാടുന്നു എന്ന് വിചാരിച്ച് നിന്റെ ലൈഫിലെ മറ്റൊരു കാര്യവും സാക്രിഫൈസ് ചെയ്യാൻ ഇടവരരുത്, എസ്പെഷ്യലി യുവർ സ്റ്റഡീസ്. അതുകൊണ്ട് തന്നെ ഞാൻ പഠിത്തത്തിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. 10th ടോപ്പ് മാർക്സോട് കൂടി തന്നെയാണ് ഞാൻ പാസ്സായത്. 10th കഴിഞ്ഞപ്പോൾ എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം വിചാരിച്ചു മ്യൂസിക് ഒക്കെ വിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പാറ്റേൺ ഞാനും ഫോളോ ചെയ്യുമെന്ന്. ബട്ട് അതിന് ഓപ്പോസിറ്റായിട്ട് സയൻസിന് പകരം ഞാൻ കൊമേഴ്സാണ് എടുത്തത്. അന്ന് 11th 12th കയറിയ സമയത്ത് എൻ്റെ പേരൻസിനോട് എല്ലാവരും പറഞ്ഞു, മോള് 11th ഇനി അവളുടെ പാട്ടും കൂത്തും ഒക്കെ നിർത്തി അവൾ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന്. ബട്ട് എന്നിലുള്ള കോൺഫിഡൻസ് കാരണമായിരിക്കും എൻ്റെ പേരൻസ് അത് അത്ര ബോദർ ചെയ്തില്ല. ആൻഡ് എൻ്റെ ഇൻട്രസ്റ്റിനെ അവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എല്ലാവരും എല്ലാത്തിനും പെർഫെക്റ്റ് അല്ല, അതുപോലെ തന്നെയാണ് ഞാനും. 11th കയറിയപ്പോൾ ബാക്കി എല്ലാ സബ്ജക്ട്സും എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ എക്കണോമിക്സ് മാത്രം ഞാൻ എത്ര പഠിച്ചാലും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. മാർക്കും കുറവായിരുന്നു. തോറ്റൊന്നും പോയിട്ടില്ല, പക്ഷെ മാർക്ക് കുറവായിരുന്നു. അങ്ങനെ ബോർഡ് എക്സാമിന് മുന്നേയുള്ള മോഡൽ എക്സാം എഴുതി എക്കണോമിക്സിന് വീണ്ടും മാർക്ക് കുറവായിരുന്നു. സൗദി അറേബ്യയിൽ ഒറ്റ ഇന്ത്യൻ സ്കൂളേ ഉള്ളൂ. അവിടെയാണ് എൻ്റെ അമ്മ പഠിപ്പിക്കുന്നതും ഞാനും അതേ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്.
ബോർഡ് എക്സാമിന് മുന്നേ ഉള്ള സ്റ്റഡി ഹോളിഡേക്ക് ഞാനും അമ്മ ഒരു ദിവസം ഒരുമിച്ച് സ്കൂളിൽ പോയി. അമ്മയുടെ ജോലി ചെയ്യായിരുന്നു, ഞാൻ ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുകയാണ്. കോറിഡോറിൽ നിന്ന് പെട്ടെന്ന് എനിക്കൊരു ശബ്ദം കേൾക്കാം. ഒരു വോളിയം, ഒരു കോൺവെർസേഷൻ ഇങ്ങനെ ലൗഡായി വരുന്നത് കേൾക്കാം. അപ്പം ഞാൻ പതുക്കെ ഈ ഡോറിൻ്റെ അവിടോട്ട് ചെന്ന് ശ്രദ്ധിച്ച് നോക്കി. അപ്പോൾ കോറിഡോറിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എന്നെ കാണാൻ പറ്റില്ല. ആ ഡോറിൻ്റെ അവിടെ നിന്ന് ഞാൻ നോക്കിയപ്പോൾ എന്നെ എക്കണോമിക്സ് പഠിപ്പിക്കുന്ന ടീച്ചറും എൻ്റെ അമ്മയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. അതിൽ എൻ്റെ ടീച്ചറിൻ്റെ ശബ്ദം ഇങ്ങനെ കൂടി വരുന്നുണ്ട്. എൻ്റെ അമ്മയാണെങ്കിൽ ഒന്നും മിണ്ടുന്നുമില്ല. ആൻഡ് വാട്ട് ഐ ഹേർഡ് വാസ് ദ ടീച്ചർ ടെലിങ് മൈ മോം, വാട്ട് ഇസ് ദിസ് ജയ, യുവർ ഡോട്ടർ ഡസൻറ്റ് സ്റ്റഡി എനിത്തിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എൻ്റെ അമ്മ വഴക്ക് പറയുകയാണ്. എൻ്റെ അമ്മ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി വളരെ ഹ്യൂമിലിയേറ്റഡ് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. ഇത് ഞാൻ കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു എക്കണോമിക്സിന് ബോർഡ് എക്സാമിൽ നല്ല മാർക്ക് മേടിക്കണമെന്ന്. അങ്ങനെ ബോർഡ് എക്സാം വന്നു, എക്സാം എഴുതി, റിസൾട്ടും വന്നു. എക്കണോമിക്സിനായിരുന്നു എനിക്ക് ഏറ്റവും മാർക്ക് കുറവ്. മാർക്ക് അറിഞ്ഞ് എൻ്റെ അമ്മ ടീച്ചറിനോട് പോയിട്ട് പറഞ്ഞപ്പോൾ ടീച്ചർ ഒരു ബ്ലാങ്ക് എക്സ്പ്രഷൻ കൊടുത്ത് മൂളിയിട്ട് നടന്നുപോയി എന്നാണ് അമ്മ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞത്. അന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു, ഇനി ഒരിക്കലും എൻ്റെ അമ്മ ഒരാളുടെയും മുന്നിൽ ഹ്യൂമിലിയേറ്റഡ് ആയിട്ട് തല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്ന്. എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം പ്രൊഫഷണൽ കോഴ്സസ് പഠിക്കാൻ തീരുമാനിച്ചു. സയൻസ് എടുത്ത ഫ്രണ്ട്സ് എല്ലാവരും MBBSും എഞ്ചിനീയറിംഗിനും എല്ലാം ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ മാത്രം മാർക്ക് കുറവ് കിട്ടിയ എക്കണോമിക്സ് എടുത്ത് പഠിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയിലെ വൺ ഓഫ് ദി ടോപ്പ് കോളേജസിൽ എൻട്രൻസ് എക്സാം എഴുതി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് മെറിറ്റ് ലിസ്റ്റിൽ തന്നെയാണ് ഞാൻ കോർപ്പറേറ്റ് എക്കണോമിക്സിന് ജോയിൻ ചെയ്തത്. പിന്നീട് ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും MPhilഉം ഒക്കെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ എൻ്റെ അമ്മ എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് വളരെ ഹാപ്പി ആയിട്ടാണ് നിന്നിട്ടുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, ഞാൻ സൗദിയിൽ വളരുന്ന കാലത്ത് തിയേറ്റേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് 13 വയസ്സുള്ളപ്പോഴാണ് ഞാൻ നാട്ടിലൊരു അവധിക്ക് വന്നപ്പോൾ തിയേറ്ററിൽ പോയിട്ട് ആദ്യമായിട്ട് സിനിമ കാണുന്നതും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതും. അപ്പോഴാണ് സിനിമയിൽ പാടണം എന്നുള്ളൊരു ആഗ്രഹം എന്നിൽ വരുന്നത്. ചെന്നൈയിലേക്ക് വണ്ടി കയറിയത് സിനിമയിൽ പാടണം എന്നുള്ള ഈ ആഗ്രഹം കൂടെ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സൗദിയിലെ ആ കംഫർട്ടബിൾ ആൻഡ് സേഫ് സോണൊക്കെ വിട്ട് ഞാൻ ചെന്നൈയിലും കൊച്ചിയിലും ഒക്കെ നിന്നപ്പോഴായിരുന്നു ലൈഫിലെ ഒറ്റപ്പെടലും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത്. ആദ്യകാലത്ത് റിജക്ഷൻസ് മാത്രമായിരുന്നു ഞാൻ കേട്ടിട്ടുള്ളത്. ഒരുപാട് സമയമെടുത്ത് ഒരുപാട് പ്രാക്ടീസും ഒരുപാട് ഹാർഡ് വർക്കിന് ശേഷമാണ് നോ എല്ലാം പതിയെ യെസ് ആവാൻ തുടങ്ങിയത്. എൻ്റെ ഡ്രീംസും പാഷനും ഫോളോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ മറ്റൊരാൾക്കും ഒരു രീതിയിൽ ഒരു സ്ട്രെസ്സോ ബേർഡനോ കൊടുക്കരുത് എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. സോ ഐ സ്റ്റോപ്പ് ടേക്കിംഗ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം മൈ പേരൻസ് അറ്റ് എ വെരി ഏർലി സ്റ്റേജ്. 2018 ഞാൻ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അന്ന് എൻ്റെ റെസ്യൂമെ എഴുതിയപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഒരു പേജ് പോലും തികച്ചില്ല, അര പേജിൽ എൻ്റെ സ്കിൽസും അച്ചീവ്മെൻറ്റ്സും തീർന്നു പോവാണ്. ആൻഡ് ദാറ്റ് ഇസ് വെൻ ഐ ഡിസൈഡഡ് ഐ ഹാവ് ടു എക്സ്പ്ലോർ അനദർ വേർഷൻ ഓഫ് മീ. അന്ന് ഒരു ചാനലിൽ ഒരു പ്രോഗ്രാമിന് ട്രൈ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു. ആ പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസറിനെ മീറ്റ് ചെയ്യാൻ ചെന്നു. ആ പ്രൊഡ്യൂസർ വളരെ കാഷ്വലായിട്ട് തൊട്ടടുത്തിരുന്ന ആളോട് പറഞ്ഞു, ആ കുട്ടിയോട് പോകാൻ പറ, ഷീ ഡസൻറ്റ് ലുക്ക് ഗുഡ്, ഷീ ഈസ് നോട്ട് ബ്യൂട്ടിഫുൾ. ഞാനിത് കേട്ടുകൊണ്ട് തിരിച്ചിറങ്ങി വന്നു. കുറച്ച് ദിവസത്തിന് ശേഷം വേറൊരു പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ സോങ് പാടാനായിട്ട് എൻ്റെ വോയിസ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഒരു മ്യൂസിക് ഡയറക്ടർ എന്നെ വിളിപ്പിച്ചു. ഐ റെക്കോർഡഡ് ദ ഹോൾ സോങ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ മ്യൂസിക് ഡയറക്ടർ വളരെ പൊളൈറ്റായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഐ എം സോ സോറി ടു സേ ജൂഡിത്ത്, യുവർ വോയിസ് ആൻഡ് സിംഗിങ് ഇസ് നോട്ട് ഗുഡ്. യുവർ വോയിസ് ആൻഡ് സിംഗിങ് ഇസ് നോട്ട് ഗുഡ് ഇനഫ് ഫോർ ദ സിനിമ എന്ന ആഗ്രഹമായിട്ട് ഞാൻ വന്നിട്ട് എനിക്ക് ആ കോമൻറ്റ് കേട്ടത് ഒരു അടി കിട്ടിയതുപോലെയായിരുന്നു. ബട്ട് ഐ സ്റ്റിൽ കണ്ടിന്യൂ ടു പ്രാക്ടീസ് ആൻഡ് വർക്ക് ഹാർഡ്. 1 വർഷം കഴിഞ്ഞു, ഞാൻ 2 സിനിമയിൽ പാട്ടുപാടി. കക്ഷി അമ്മിണിപ്പിള്ള ആൻഡ് ബ്രദേഴ്സ് ഡേ. ഈ 2 സിനിമകളും ശ്രദ്ധിക്കപ്പെട്ടു, സിനിമയിലെ പാട്ടും ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷെ എന്നെ ആരും തിരിച്ചറിഞ്ഞില്ല, എൻ്റെ ശബ്ദവും ആരും തിരിച്ചറിഞ്ഞില്ല. സിനിമ എന്ന സ്വപ്നമായിട്ട് ഞാൻ വന്നിട്ട് 5 വർഷമായി. പക്ഷെ വളരെ കുറച്ച് അച്ചീവ്മെൻറ്റ്സും ഒരുപാട് സ്ട്രഗിൾസും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഡ്രീംസ് ഒക്കെ വിട്ട് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് സൗദിയിലേക്ക് ആ ഗോൾഡൻ കേജിലോട്ട് പോകാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഏകദേശം ആ ഒരു തോട്ടിലിരുന്ന സമയമാണ് 2020 കോവിഡ് വന്നു. അതോടെ ഓൾ മൈ ഡ്രീംസ് ആൻഡ് ഹോപ്സ് വർ ഷാറ്റേർഡ്. ഇനി ഒന്നുമില്ല, തിരിച്ചു പോകാമെന്നുള്ള തീരുമാനത്തിൽ എത്തി നിൽക്കുന്ന സമയത്താണ് ഒരു സ്റ്റുഡിയോയിൽ നിന്ന് എനിക്ക് കോള് വരുന്നു. ആ സ്റ്റുഡിയോയിൽ ഒരു കോഴ്സ് പാടാനായിരുന്നു പോയി. അത് കഴിഞ്ഞപ്പോൾ ആ എഞ്ചിനീയർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു അഡ്വർടൈസ്മെൻറ്റിന് ഒന്ന് ട്രാക്ക് പറഞ്ഞു വെക്കാമോ, ഇത് പറയുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് കോവിഡ് ആണ് എന്ന്. ഞാനത് പറഞ്ഞു, എൻ്റെ വോയിസ് അക്സെപ്റ്റായി. ആ അഡ്വർടൈസ്മെൻറ്റ് ചാനൽസിലെല്ലാം പോയി. അങ്ങനെ ഒരു ഒറ്റ അഡ്വർടൈസ്മെൻറ്റിലൂടെ എൻ്റെ ശബ്ദം ആളുകൾ തിരിച്ചറിഞ്ഞു. ഫാസ്റ്റ് ഫോർവേഡ് 2 or 3 years, ഇതിൻ്റെ ഇടയിലെല്ലാം എൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് എന്നെ ഡബ് ചെയ്യാനും പാടാനും എല്ലാം ആളുകൾ വിളിക്കുന്നുണ്ട്. 2023 എത്തി. 2023 ഒരിക്കൽ എൻ്റെ ഫോണിലോട്ടൊരു കോൾ വന്നു. എന്നെ കാണാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്ത ആ ചാനലിൽ നിന്ന് അവരുടെ ഒരു പ്രോഗ്രാം ഉണ്ട്, അവരുടെ ടോക്ക് ഷോ ഹോസ്റ്റായിട്ടൊരു ഓഫർ വന്നു. ഞാനത് അക്സെപ്റ്റ് ചെയ്തു.
ഒരുപാട് എപ്പിസോഡ്സ് അവരുടെ ചെയ്തു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അതേ ചാനലിൽ നിന്ന്, എൻ്റെ പാട്ട് കൊള്ളില്ല എന്ന് പറഞ്ഞ അതേ ചാനലിൽ നിന്ന് അവരുടെ മറ്റൊരു പ്രോഗ്രാമിന്റെ ടൈറ്റിൽ സോങ് പാടാൻ ഉള്ള കോള് വന്നു. എൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് എന്നെ തേടി വന്ന ഓരോ കോൾസ് ആയിരുന്നു എൻ്റെ സ്വീറ്റ് റിവെഞ്ച്. സിനിമയ്ക്ക് പറ്റിയ ശബ്ദമല്ല എന്ന് പറഞ്ഞ് ഞാൻ പൊന്നിയിൻ സെൽവൻ ഉൾപ്പെടെ ഒരുപാട് പടങ്ങൾക്ക് ഡബ് ചെയ്തു. ലിറ്റിൽ ഹാർട്ട്സ് എന്ന ഫിലിമിൽ കൈലാസ് മേനൻ സാറിന്റെ നാം ചേർന്ന വഴികളിൽ എന്ന സോങ് ആണ് എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്ലേ ബാക്ക് റിലീസ്. ആ സോങ് റിലീസ് ആയപ്പോൾ എൻ്റെ അമ്മയുടെ ഫ്രണ്ട് വന്ന് അമ്മയടുത്ത് പറഞ്ഞു, ആഹാ ജൂഡിത്ത് ഒരു ഓവർനൈറ്റ് സ്റ്റാർ ആയല്ലോ. ആൻഡ് മൈ മദർ സെഡ്, യെസ് ശരിയാ, അവളൊരു ഓവർനൈറ്റ് സ്റ്റാർ ആണ്, ബട്ട് ഹർ നൈറ്റ് വാസ് ആസ് ലോങ് ആസ് 12 years. ഇന്ന് ഞാൻ സ്വപ്നം കണ്ടതിനേക്കാൾ ഭംഗിയുള്ള യാഥാർത്ഥ്യമാണ് ഞാൻ ജീവിക്കുന്നത്. ഈ സക്സസിനൊരു കുഴപ്പമുണ്ട്, അത് താൽക്കാലികമായ തോൽവിയുടെ രീതിയിൽ വേഷം മാറിയാണ് വരുന്നത്. അതുകൊണ്ടായിരിക്കും നമ്മളിൽ പലരും അത് തിരിച്ചറിയാതെ പോകുന്നത്. കൈലാസ് മേനൻ സാറിന്റെ പാട്ട് റിലീസായി കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ചേച്ചി വാട്ട് ഷുഡ് ഐ ഡു ടു ബിക്കം ലൈക്ക് യു? ആൻഡ് ഐ ടോൾഡ് ഹർ, യു ഷുഡ് അറ്റ്ലീസ്റ്റ് ഡു വാട്ട് ഐ ഡിഡ്. താങ്ക് യു. ഇംഗ്ലീഷ് പഠിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ തുടങ്ങും, എവിടെ നിന്ന് തുടങ്ങും എന്ന ചിന്തയിലാണോ നിങ്ങളും? ഇതിനായി ജോഷ് ടോക്സിന്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ കൃത്യമായ പരിശീലനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡെയിലി ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ലെസൺസോട് കൂടിയ അൺലിമിറ്റഡ് ആക്സസും നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ നിങ്ങളെ പോലുള്ള ലക്ഷക്കണക്കിന് ഇംഗ്ലീഷ് ലേണേഴ്സുമായി സംവദിച്ചുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. സോ ഡൗൺലോഡ് ദി ആപ്പ് ടുഡേ.